നമസ്കാരം. നമുക്കറിയാം, അമേരിക്കയും ചൈനയും ലോകത്തിലെ തന്നെ സാമ്പത്തികമായും സൈനികമായും ഒക്കെ മുന്നിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രതിരോധ രഹസ്യരേഖ പുറത്തു വന്നിരിക്കുന്നു. തായ്വാൻ വിഷയത്തിൽ ചൈനയുമായി ഒരു സംഘർഷം ഉണ്ടായാൽ അമേരിക്കൻ സൈന്യത്തെ തകർത്ത് ചൈന വിജയിക്കുമെന്നാണ് US ഇന്റലിജൻസ് ടോപ്പ് സീക്രട്ട് റിപ്പോർട്ടിലെ ഏറ്റവും നിർണായകമായ മുന്നറിയിപ്പ്. പതിറ്റാണ്ടുകളായി ലോകശക്തിയായി നിലകൊള്ളുന്ന അമേരിക്കയുടെ സൈനിക ശേഷി ചോദ്യം ചെയ്യപ്പെടുന്ന ഈ റിപ്പോർട്ട് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ചൈന നേടിയെടുത്ത അപ്രമാദിത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ തകർക്കാനും സൈന്യത്തെ പരാജയപ്പെടുത്താനുമുള്ള ചൈനയുടെ ശേഷി എത്രത്തോളമെന്നും ലോകരാജ്യങ്ങൾക്കിടയിലെ ശക്തി സന്തുലനം എങ്ങനെ മാറുന്നുവെന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ലോകം അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു നിർണായക വഴിത്തിരിവാണിത്. US യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഉപഗ്രഹങ്ങളും തകർക്കാനുള്ള ചൈനയുടെ കഴിവിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. US സൈന്യത്തിന്റെ വിതരണ ശൃംഖലയിലെ ദൗർബല്യങ്ങളും റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നു. 2021 ജോ ബൈഡന്റെ ഭരണകാലത്ത് ഒരു ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥന് ഈ രഹസ്യരേഖ ലഭിച്ചപ്പോൾ അദ്ദേഹം പകച്ചുപോയത്രേ. തായ്വാൻ തങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്ന് ചൈന ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും വിദേശ ഇടപെടലുകളെ തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. തായ്വാന് സമീപമുള്ള ദ്വീപുകളിൽ ജപ്പാൻ മിസൈലുകൾ സ്ഥാപിച്ചതിനെതിരെ ചൈന ശക്തമായ പ്രതികരണം നടത്തിയിരുന്നു. അമേരിക്കയുടെ ഓരോ തന്ത്രത്തിനും ചൈനയുടെ പക്കൽ ബദലുകൾ ഉണ്ടായിരുന്നുവെന്നും ഒരു മഹാശക്തിയുമായി യുദ്ധം ചെയ്ത് വിജയിക്കാനുള്ള അമേരിക്കയുടെ ശക്തിക്ക് കുറവുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന അമേരിക്കയുടെ പ്രതിച്ഛായ തന്നെയാണ് ഈ കണ്ടെത്തലുകൾ ചോദ്യം ചെയ്യുന്നത്. ചൈനയുടെ ആയുധ മികവിനെ മറികടക്കാൻ ഉടനടി പ്രതിരോധ നയങ്ങൾ പരിഷ്കരിച്ചില്ലെങ്കിൽ ചൈനയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ ഏത് ശ്രമവും പരാജയത്തിൽ കലാശിക്കുന്ന ഭീതിയാണ് ഈ രഹസ്യരേഖ നൽകുന്നത്. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഈ റിപ്പോർട്ട് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ദൗർബല്യങ്ങളെല്ലാം തുറന്നു കാട്ടുന്നു. US സൈന്യം ചെലവേറിയതും ദുർബലവുമായ ആയുധങ്ങളാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത്. എന്നാൽ ചൈനയാകട്ടെ വില കുറഞ്ഞതും സാങ്കേതികമായി കൂടുതൽ മികച്ചതുമായ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളുമാണ് അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, നിർണായകമായ ഉപഗ്രഹങ്ങൾ എന്നിവയെല്ലാം നശിപ്പിക്കാനുള്ള ശേഷി ചൈനീസ് സൈന്യം ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. അതോടൊപ്പം US സൈന്യത്തിന്റെ വിതരണ ശൃംഖലയിലെ ഗുരുതരമായ പാളിച്ചകളും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഈ റിപ്പോർട്ട് ആദ്യമായി പുറത്തു വന്നപ്പോൾ ജോ ബൈഡൻ ഭരണകൂടത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഞെട്ടിപ്പോയെന്നത് ഈ റിപ്പോർട്ടിന്റെ ഗൗരവം എടുത്തു കാണിക്കുന്നതാണ്. തായ്വാനിലെ സെമി കണ്ടക്ടർ ചിപ്പുകൾ മാത്രമല്ല, നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ ഭാവി സാങ്കേതിക വിദ്യകളിലെ മേധാവിത്വത്തിന് വേണ്ടിയുള്ള കടുത്ത പോരാട്ടമാണ് ഇരു രാജ്യങ്ങളും നടത്തുന്നത്. സാങ്കേതിക വിദ്യാരംഗത്തെ ചൈനയുടെ മുന്നേറ്റം തടയാൻ ലക്ഷ്യമിട്ട് അമേരിക്ക കടുത്ത കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയുടെ സൈബർ ആക്രമണങ്ങൾ US പ്രതിരോധ സംവിധാനങ്ങൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ സൈബർ മേഖലയിലെ ചൈനയുടെ ആക്രമണശേഷി US സൈന്യത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളെ പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ലോകത്തിലെ വലിയ രണ്ട് ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ലോകരാജ്യങ്ങൾക്കൊട്ടും നല്ലതല്ല. ഈ രഹസ്യരേഖയിലെ മുന്നറിയിപ്പുകൾ അമേരിക്കൻ ഭരണകൂടത്തിനും ലോകത്തിനും നൽകുന്നത് ഒരു നിർണായക സന്ദേശമാണ്. പതിറ്റാണ്ടുകളായി സൈനിക മേധാവിത്വം കൈയാളിയ അമേരിക്ക വില കുറഞ്ഞതും സാങ്കേതികമായി മികച്ചതുമായ ചൈനീസ് ആയുധങ്ങൾക്കും സെമി കണ്ടക്ടർ, നിർമ്മിത ബുദ്ധി തുടങ്ങിയ ഭാവി സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റത്തിനും മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. US സൈന്യത്തിന്റെ വിതരണ ശൃംഖലയിലെ ദൗർബല്യങ്ങളും ചൈനയുടെ കടുത്ത സൈബർ ആക്രമണ ശേഷിയും യുദ്ധമുണ്ടായാൽ അമേരിക്കയെ പൂർണ്ണമായും തടസ്സപ്പെടുത്തും. ലോകത്തിലെ ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള സംഘർഷം ഒരു രാജ്യത്തിനും നല്ലതായിരിക്കില്ല. തായ്വാന്റെ ഭാവിയെ മാത്രമല്ല, ആഗോള ശക്തി സന്തുലിതാവസ്ഥയും ലോകരാജ്യങ്ങളുടെ സുരക്ഷയും ബാധിക്കുന്ന ഈ ഭീഷണി അവഗണിക്കാൻ പാടുള്ളതല്ല. ചൈനയുടെ സാമ്പത്തിക സൈനിക വളർച്ച അംഗീകരിച്ചുകൊണ്ട് അമേരിക്ക തങ്ങളുടെ തന്ത്രങ്ങൾ പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ലോകം അതീവ ഗൗരവത്തോടെ കാണേണ്ട ഈ വഴിത്തിരിവ് പുതിയൊരു ശീതയുഗത്തിന്റെ ആരംഭം കുറിക്കുന്നതാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് എവിടെ യുദ്ധമുണ്ടായാലും അത് ലോക രാജ്യങ്ങളെ എല്ലാം തന്നെ ബാധിക്കുന്നതാണ്. അതിനടുത്ത് പറയാവുന്ന ഒരു ഉദാഹരണം റഷ്യ-യുക്രൈൻ യുദ്ധമാണ്. റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ ലോകത്ത് മുഴുവൻ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി. ആഗോള വിപണിയെ ബാധിച്ചു, പെട്രോളിന്റെ വിലയെ ബാധിച്ചു, സ്വർണത്തിന്റെ വില ഉയർന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ലോകരാജ്യങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുന്ന രീതിയിലായി. അതുകൊണ്ട് ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ ഈ ലോകം അതൊരിക്കലും താങ്ങില്ല. അത്രയേറെ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഓരോ രാജ്യത്തിന്റെ പക്കലും ഇന്നുണ്ട്.